സത്യത്തിൽ നീ ആരാണ്? ഞാൻ പത്തനംതിട്ടക്കാരനാ. ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പ്രകാശിൽ നിന്ന് ഒരുമിച്ചിറങ്ങിയ രണ്ട് പത്തനംതിട്ടക്കാരായ കൂട്ടുകാരെയാണ്. ഒരാൾ ടൈഗർ ഹിൽസ്, മറ്റൊരാൾ ഡെൽമോൺ. പ്രകാശിന്റെ സെഡസ്ത്ര ലുക്കിലാണ് ഈ രണ്ട് ബസ്സുകൾ ഇറങ്ങിയിട്ടുള്ളത്. അശോക് ലെലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിൽ ഇറങ്ങിയിരിക്കുന്ന AITP ടൂറിസ്റ്റ് ബസ്സുകളാണ്. ഈ രണ്ട് ബസ്സുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത്. നമ്മളിപ്പോൾ ഉള്ളത് പന്തളത്തുള്ള സ്പെക്ട്ര ഡിജിറ്റൽസിലാണ്. അവിടെ രണ്ട് വണ്ടിയും ഒരുമിച്ചാണ് വർക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബസ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാലോ. ആദ്യം ടൈഗർ ഹിൽസ് പരിചയപ്പെടാം. ടൈഗർ ഹിൽസിന്റെ പേര് മനോഹരമാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ലുക്കിൽ ഒരു ടൈഗറിന്റെ പിക്ചർ അടക്കാനത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൽ തന്നെയുള്ള മനോഹരമായ സെഡോന്റെ കൊമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എഡിഷൻ നെയിം വരുന്നത് ദ അമേരിക്കൻ സ്പിരിറ്റ് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ റെഡ്, ഇവിടെ ഒരു ടൈഗറിന്റെ തീം അടക്കം കൊടുത്തിരിക്കുന്നതാണ്. കുറച്ച് സ്റ്റാറുകൾ കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് സൈഡിലെ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് അറിയാം. രജിസ്ട്രേഷൻ നമ്പർ KL03AJ 750 എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡെൽമോൺ പരിചയപ്പെടാം. ഡെൽമോണിന്റെ മനോഹരമായ പേര് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു വാളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ കളറിലാണ് ഇതിന്റെ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഡെൽമോണിന്റെ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എഡിഷൻ നെയിം വരുന്നത് രാമൻ എന്നുള്ളതാണ്. ഇവിടെ ആയിട്ട് ഡി കമ്പനി ഡൂഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ഡി കമ്പനി എന്നുള്ളത്. ഇതിന്റെ കൗൾ പോർഷനിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിന്റെ കൗളിൽ വന്നിട്ടുണ്ട്. ഗ്രീന്, കിളിപ്പച്ച, യെല്ലോ, ഒരു റെഡിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഇതിന്റെ കൗൾ പോർഷനിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ നമ്പർ KL03AJ 607 എന്നുള്ളതാണ്. രണ്ട് ഏകദേശം ഒരേ സമയത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽമോന്റെ ഈ ഒരു ഫ്രണ്ട് ലുക്ക്. നമുക്ക് ടൈഗർ ഹിൽസിന്റെ ഗ്രാഫിക്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇവിടെ കുറച്ചധികം സ്റ്റാറുകൾ കാണാം. അതുപോലെ ടൈഗറിന്റെ ഒരു തീം, ആ ഒരു കളർ തീം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രേ, അതുപോലെ ഈ സെൻട്രലായിട്ട് റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു പേപ്പറിന്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു കട്ടിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രേ തീമും അതുപോലെ ടൈഗറിന്റെ ഒരു തീമാണ് മെയിനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഗ്രാഫിക്സ് ആണ്. ഇതിന്റെ മുകളിലായിട്ട് ദ ടൈഗർ കാർട്ടൽ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഗ്രാഫിക്സ്? എങ്ങനെയുണ്ട്? ഇവിടെ 0 Dark 30 എന്നുള്ളൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ചെയ്ത ബസ്സുകളിൽ വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ഈ ഒരു ബസ്സിന് കൊടുത്തിട്ടുള്ളത്. ഡെൽമോന്റെ സൈഡ് ഗ്രാഫിക്സ് ലുക്കിലേക്ക് നോക്കിയാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഗ്രീന്, അതുപോലെ കിളിപ്പച്ച, യെല്ലോ. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി കമ്പനി എന്നുള്ള അവരുടെ പേര് കൊടുത്തിട്ട് യെല്ലോ റെഡ് ഷെയ്ഡിലാണ് അതിന്റെ ചുറ്റുള്ള സംഭവം കൊടുത്തിട്ടുള്ളത്. അത്ര മനോഹരമാക്കിയിട്ട് ഇതിന്റെ ഒരു ഗ്രാഫിക്സ് ഒരു ഗ്രീൻ തീമിലാണ് ഡെൽമോൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈഗർ ഹിൽസിന്റെ ദ അമേരിക്കൻ സ്പിരിറ്റിന്റെ സെഡസ്ത്ര ബാക്ക് ലുക്ക് നോക്കാം. മുകളിലായിട്ട് ടൈഗർ ഹിൽസിന്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ദ അമേരിക്കൻ സ്പിരിറ്റ് എന്നുള്ള അവരുടെ എഡിഷൻ ഇവിടെ സൈഡിൽ ചരിച്ചുകൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ബാക്കിലും നമ്മുടെ ഗ്രാഫിക്സിന്റെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ടൈഗറിന്റെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇതിന്റെ വലിയ ഡിക്കി സ്പേസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത 0 Dark 30 എന്നുള്ള ആ ഒരു സൈഡിലെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ബാക്ക് ലുക്ക്. എങ്ങനെയുണ്ട് ഡെൽമോന്റെ രാമന്റെ ബാക്ക് ലുക്ക്, സെഡസ്ത്ര ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ആണ് ബാക്കിൽ കാണുന്നത്. അതിന്റെ ഇടയിലൂടെ കുറച്ച് പച്ചയും മഞ്ഞളൊക്കെ ആയിട്ടുള്ള ഗ്രാഫിക്സിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഗ്ലാസ്സിൽ രാമൻ എന്നുള്ള മലയാളത്തിലാണ് ഫ്രണ്ടിലെങ്കിൽ ബാക്കിൽ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്രകാശിന്റെ ബാഡ്ജിംഗ് ആണ്. ഇവിടെ വലിയ ഡിക്കിയുടെ ഭാഗമായിട്ടുള്ള വലിയ ഡിക്കി സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ സ്ക്വയറിലുള്ള റിയൽ ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക്. ഡെൽമോണും അതുപോലെ ടൈഗർ ഹിൽസിനും രണ്ടിനും നമ്മുടെ പഴയ സെഡോണ്ട് പോലത്തെ പുറത്തേക്ക് പുള്ളൗട്ട് ചെയ്യുന്ന ഫ്രണ്ട് ഓവർഹാങ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ടൈഗർ ഹിൽസിന്റെ ദ അമേരിക്കൻ സ്പിരിറ്റിന്റെ ഉള്ളിലാണ്. ദ ഫ്രഷ് ലുക്കാണ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കാണുന്നത്. അത്യാവശ്യം വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലോത്ത് വർക്ക് ചെയ്ത മനോഹരമായ റൂഫ് കാണാം. ബർത്തിലൂടെ സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. അതുപോലെ ഗാങ്വേയിലൂടെ സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. 2x2 ലേഔട്ടിൽ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് അതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. സീറ്റിന്റെ കംഫർട്ടിലേക്ക് നോക്കിയാൽ അത് നമുക്ക് റിക്ലൈനിങ് ചെക്ക് ചെയ്യാം. അമ്പോ, ഇത്രയധികം റിക്ലൈനിങ് ആണ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുള്ളത്. ഒരാൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോട്ടോ. അതുപോലെ രണ്ട് സൈഡിലായിട്ട് ആംപ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ USB ചാർജിംഗ് പോർട്ട് വരുന്നത് സീറ്റിന്റെ സെൻട്രലായിട്ടാണ്. മുകളിലെ ബർത്തിലായിട്ട് റീഡിംഗ് ലാംപ്സ്, AC വെന്റിന്റെ ഒക്കെ വെന്റ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സീറ്റിന്റെ മുകളിലായിട്ട് ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഓരോ സീറ്റിനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു 45 ഇഞ്ചിന്റെ LED സ്ക്രീൻ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ പ്ലഗ് പോയിന്റ്സും മൊബൈൽ ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു 32 ഇഞ്ചിന്റെ TV കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതിന്റെ വാട്ടർ ഡിസ്പെൻസർ കാണാം. ഫുൾ ലെങ്ത് ഉള്ള വാട്ടർ ഡിസ്പെൻസർ അല്ല. നമുക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് കാലൊക്കെ നീട്ടിയൊക്കെ തക്ക രീതിയിൽ ഹൈറ്റിൽ കൂട്ടിയിട്ട് മുകളിലേക്കാണ് ഇതിന്റെ വാട്ടർ ഡിസ്പെൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിരിക്കുന്ന ടൈഗർ ഹിൽസിന്റെ ഡ്രൈവർ ക്യാബിനിലാണ്. അപ്പോൾ ലൈലിന്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്ക് ലോക്ക് അയക്കുകയാണെങ്കിൽ മുകളിലേക്ക് വെക്കാനും
ഇത് മുകളിലേക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. USB ചാർജിംഗ് പോർട്ട്, ഇവിടെ ഇന്റീരിയർ ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഫുള്ള് വർക്ക് സ്പെക്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫുൾ അപ്ഡേഷൻസ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള ജസ്റ്റ് ഒരു ലുക്കാണ് നമ്മൾ ഇതിന്റെ പുറകിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ലുക്ക്. ഇപ്പോൾ ഡെൽമോണ്ടെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ 2x2 ലേഔട്ടിൽ ATPക്ക് എല്ലാ ഉള്ളത് തന്നെ 45 പുഷ് ബാക്ക് കംഫർട്ടബിൾ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രഷ് ലുക്കുള്ള സീറ്റുകളാണ്. കവറുകൾ പോലും അയച്ചിട്ടില്ല. സ്പെക്ട്രയിൽ വർക്കിൽ വന്നിരിക്കുകയാണ്. വർക്കിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫ് ഏകദേശം സെയിം ആയിട്ടുള്ള റൂഫിന്റെ കളർ തീമാണ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് ബർത്തിയുടെ സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. അതുപോലെ ബർത്തിന്റെ താഴെയായിട്ട് റീഡിംഗ് ലാംപ്സ് നിങ്ങൾക്ക് കാണാം. താഴെ ഗാംഗ്വേയുടെ ലൈറ്റ് പോയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ലുക്ക്. നമുക്ക് ഇനി ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട് നോക്കാം. സീറ്റിന്റെ കംഫർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയധികം റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോകാനുള്ള റിക്ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് ആംപ് സപ്പോർട്ട് വരുന്നുണ്ട്. സെൻട്രലായിട്ട് മൊബൈൽ USB ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. മുകളിലായിട്ട് AC വിൻ്റെ റീഡിംഗ് ലാംപ്സിന്റെ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫെസിലിറ്റി വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് സീറ്റിലായിട്ട് ബോഡി ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങൾ ഫ്രണ്ട് സീറ്റിലായിട്ട് വരുന്നുണ്ട്. ഡെൽമോണ്ടെ ഡ്രൈവർ ക്യാബിലാണ് നമ്മളുള്ളത്. ലെലിന്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഡ്രൈവർ സീറ്റ് വയ്ക്കേ ലെലിന്റെ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ടൈപ്പ് സീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർക്ക് നല്ല കംഫർട്ടുള്ള സീറ്റാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB ചാർജിംഗ് പോർട്ട്, ഇവിടെ ഇന്ത്യൻ ലൈറ്റ്സിന്റെ ഒക്കെ സ്വിച്ച് കാര്യങ്ങൾ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്ത 2 പേരാണ്. ഒരാൾ നമ്മുടെ ടൈഗർ ഹിൽസിന്റെ ഡ്രൈവറും ഒരാൾ നമ്മുടെ ഡെൽമോൺ ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ഡെൽമോൺ ഡ്രൈവറെ പരിചയപ്പെടാം. അപ്പോൾ പേര് ഉണ്ണി. സ്ഥലം എവിടെയാ? സ്ഥലം ആറന്മുള. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഡെൽമോണ്ടെ പുതുപുത്തൻ ATP ബസ്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഓടിക്കാനും ഒക്കെ എങ്ങനെയുണ്ട്? പൊതുവെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? ഇപ്പം BS6 ഇറക്കുമല്ലേ, അതുകൊണ്ട് നല്ല അഭിപ്രായമാണ് വണ്ടിയെ പറ്റി. ഇപ്പം മൊത്തത്തിൽ ATP തരം കൊണ്ടാണ്. ATP തരംഗമാണ് ഇത്. ഇനി അടുത്ത ആൾ മൃദു. വീട് പന്തളം, ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ടൈഗർ ഹിൽസിന്റെ പുതിയ വണ്ടി? അടിപൊളിയാണ്. സെറ്റാണ്. മൊത്തം അവർക്ക് എത്ര ബസ് ഉണ്ട് ടോട്ടല്? നമുക്കൊരു വണ്ടിയേ ഉള്ളൂ. ഡെൽമോണ്ടെ എത്ര വണ്ടിയുണ്ട് ടോട്ടല്? ഡെൽമോണ്ടെ നമുക്കിപ്പോൾ 2 വണ്ടിയുണ്ട്. ഇതുപോലെ ഒരു BMR ഒന്നുണ്ട്. ഇതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പച്ച എഡിഷൻ, പച്ച കളറിൽ തന്നെ രാമലിക എന്ന എഡിഷൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊടുത്തായിരുന്നു സെയിലായിട്ട്. പിന്നെ ആ ഒരു കളറിന്റെ ഇത് വെച്ചാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതും പച്ചയായിരുന്നു. അതുകൊണ്ട് ഇത് ഇറക്കി. ഇവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുത്തിട്ടാണ് ഈ വണ്ടി എടുത്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡെൽമോണ്ടെ ടൈഗർ ഹിൽസിന്റെയും 2 പുത്തുപുത്തൻ ATP ബസ്സുകളുടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ 2 വണ്ടികളും സ്പെക്ട്രയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കഴിഞ്ഞ ശേഷം നല്ല കിണ്ണം കാഴ്ചയായിട്ട് ഇറങ്ങുന്നതായിരിക്കും, ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതുപുത്തൻ ബസ്സുകളുടെ വിശേഷമായിട്ട് ഇനിയും കാണാൻ. ബൈ ഫ്രം ബിസിനസ്.